ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് യേശുനാഥൻ നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഉപമയിലൂടെ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുന്തിരിത്തോട്ടത്തെ പരിചരിക്കുന്നത് പോലെ ദൈവം മനുഷ്യരെ പരിചരിച്ചെന്നും, എന്നാൽ ഫലം അന്വേഷിച്ചപ്പോൾ അവിടുന്ന് ഫലത്തിന് പകരം ക്രൂരമായ ജനത ഫലം അന്വേഷിച്ച് വന്നവരെ നശിപ്പിച്ചെന്നും, അവസാനം ആ യജമാനൻ തൻ്റെ മകനെ വിട്ടെന്നും ആ മകനെ പോലും അവർ കൊന്നു കളഞ്ഞെന്നും എന്ന് യേശുനാഥൻ പറയുകയാണ്. എന്നാൽ അവസാനം പറയുന്നത് ഒരു ശിക്ഷയെക്കുറിച്ചാണ്. കാരണം ഈ കൊന്നവരെ എല്ലാം നശിപ്പിക്കുകയും ഫലം നൽകുന്ന ആളുകളെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ മുന്തിരിത്തോട്ടം ദൈവം മനുഷ്യരെ നോക്കുന്നതിൻ്റെ, സംരക്ഷിക്കുന്നതിൻ്റെ ഒക്കെ ഒരു അടയാളമാണ്. അപ്പോൾ എവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത്? ഒന്ന്, മുന്തിരിത്തോട്ടത്തിനെ കുറിച്ച് ആദ്യമേ പറയുമ്പോൾ മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കുന്ന ദൈവം, ആ സംരക്ഷണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. എന്നാൽ അതിനേക്കാളും വലുതായി യേശുനാഥനാണ് ഈ ഉപമ പറയുന്നത്, തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ. ഈ ഉപമ പറയുമ്പോൾ ഈ ഉപമയിൽ കൊല്ലപ്പെടുന്ന ഒരു മകനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ഫലം അന്വേഷിക്കാനായി വിടുകയും എന്നാൽ അവകാശിയാണെന്ന് കരുതി മകനെ കൊന്നുകളയുകയും ചെയ്യുന്ന ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് പറയുന്നത് യേശുനാഥനാണ്, ഈ പറയുന്നത് തന്നെക്കുറിച്ചാണ്. ഇപ്പോൾ യേശുനാഥന് വളരെ വ്യക്തമായിട്ട് അറിയാം തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യം എന്താണെന്ന്. ഈ കാണുന്ന ജനം ആർക്ക് വേണ്ടിയാണോ അവൻ ജന്മം കൊണ്ടത്, ആരെ സംരക്ഷിക്കാനാണോ അവൻ മനുഷ്യനായത്, ആർക്ക് അനുഗ്രഹം ഉണ്ടാകാനാണോ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, ആരെ മാനസാന്തരപ്പെടുത്താനാണോ അവൻ വചനം പ്രഘോഷിക്കുന്നത്, ഇവർ തന്നെ കൊല്ലുമെന്ന് വളരെ വ്യക്തമായി യേശുനാഥൻ അറിയാം. എന്നിട്ടും അവർക്ക് വേണ്ടി അവൻ ജീവിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി അവർക്ക് വേണ്ടി തന്നെ മരിക്കാനും അവൻ തയ്യാറാവുകയാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഴം നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണ്. അപ്പോൾ മനുഷ്യൻ തിരിച്ച് സ്നേഹിക്കുമെന്ന് ഓർത്തല്ല ക്രിസ്തുനാഥൻ ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്നത്. അവർ തന്നെ വെറുത്താലും കൊന്നാലും തൻ്റെ സ്നേഹം അടങ്ങുകയില്ല, ഇല്ലാതാവുകയില്ല എന്ന് നമുക്ക് തെളിയിക്കുന്നതാണ് ഈ ഉപമ. ഇപ്പോൾ ദൈവം അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ ആഴം നമുക്കും ഉണ്ടാവണം. ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ നമ്മൾ കാണിക്കണം. പലപ്പോഴും മനുഷ്യരായ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അവർ തിരിച്ച് സ്നേഹിക്കുന്നതിൻ്റെ അളവുകോലിലാണ്. എന്നാൽ യേശുനാഥൻ പഠിപ്പിക്കുന്നത് തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും, അവർ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവുണ്ടായാലും അവരെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. ക്രിസ്തു നമ്മളെ അപ്രകാരം സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ അതേ സ്വഭാവം നമുക്കും ഉണ്ടാവണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ സ്നേഹിക്കുന്ന, ആഴത്തിൽ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ച് സ്നേഹിക്കാനും അവൻ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാനും, തിരിച്ച് കിട്ടിയില്ല എങ്കിലും സ്നേഹം നൽകാനും പങ്കുവെക്കുവാനും ആ കൃപ നമുക്കുണ്ടാകുന്നതിനെ പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.